രാജ്യം ആര് ഭരിച്ചാലും പുരോഗതിയും സമാധാനവും നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വിസ്മയകരമായ ഇന്ത്യൻ ജനവിധിയുടെ പൊരുളറിയാൻ രാജ്യവും ലോകവും ആകാംക്ഷയോടെ കാത്തിരിക്കുക. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നേതാക്കളുടെ ചങ്കിടിപ്പാണ് കൂടുതലും കേൾക്കുന്നത്. നരേന്ദ്രമോദി ഹാട്രിക് വിജയം നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് BJPയുടെ അമിത വിശ്വാസം. അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷം കുറയുമോ കൂടുമോ എന്നത് പ്രധാനമാകും. മോദിയെ താഴെ ഇറക്കി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അധികാരം പിടിക്കുമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ കണക്കൂട്ടൽ. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തൂക്കുസഭ വന്നേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. രാജ്യം തീരെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും വളരെ നേരിയ ഭൂരിപക്ഷം ഒപ്പിച്ചെടുത്ത് ഏതെങ്കിലും ഒരു മുന്നണി സ്ഥിരതയില്ലാത്ത ഭരണത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെ വന്നാൽ കാലാവധി തികയ്ക്കാതെ സർക്കാർ നിലംപൊത്തുമോ എന്നതാവും പലരെയും അലട്ടുന്ന ചോദ്യം. പ്രത്യേകിച്ചൊരു തരംഗം പുറമേ ഇല്ലെങ്കിലും ദൃശ്യമല്ലാതിരുന്ന പൊതു തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷിയായത്. എന്നാൽ അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നതിൽ സംശയമേയില്ല. മിക്ക തെരഞ്ഞെടുപ്പുകളിലും അത്ഭുതം കാട്ടിയ ഇന്ത്യയിലെ വോട്ടർമാർ ഇത്തവണ എങ്ങനെയാവും അതിശയിപ്പിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എക്സിറ്റ് പോളുകളുടെ ഫലം ഇന്ന് രാത്രിയോടെ വരുമെങ്കിലും അതിന് വിശ്വാസ്യത വളരെ കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് സർവേകളും എക്സിറ്റ് പോളുകളും തെറ്റായ നിരവധി അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ ശരിയാകാം, ചിലതൊക്കെ ശരിയാകാതിരിക്കാം. പ്രവചനങ്ങൾക്കിനി പ്രസക്തിയില്ല. 100% വിശ്വസിക്കുന്നവർ കുറവാണ്. അത്രയേറെ സങ്കീർണമാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ്. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ മോദി വീണ്ടും പ്രധാനമന്ത്രിയാകും, സംശയം വേണ്ട. ഇന്ത്യ സഖ്യത്തിനാണ് ഭരണമെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയേക്കുമെന്ന സംശയമുണ്ട്. കാരണം കടിപിടി കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കാകും മുൻതൂക്കം. അദ്ദേഹം നമുക്ക് പ്രധാനമന്ത്രിയാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചനയാകുമെങ്കിലും രാഷ്ട്രീയ ചിത്രം തെളിയാൻ ചൊവ്വാഴ്ച വൈകുന്നേരം വരെ കാത്തിരിക്കണം. രാജ്യത്തിൻ്റെയും ജനതയുടെയും ഭാവിയിൽ അതീവ നിർണായകമാകും തെരഞ്ഞെടുപ്പ് ഫലം. ആഗോളതലത്തിലും പ്രതിഫലനങ്ങളുണ്ടാവും. വികസനം, സാമ്പത്തിക വളർച്ച എന്നിവയെക്കാളൊക്കെ ഏറെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും സമാധാനവും ഒക്കെ പുതിയ സർക്കാരിനെ സ്വാധീനിക്കും. രാജ്യത്തെ രക്ഷിക്കാനുള്ള അവസാന അവസരമാണെന്ന് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് നൽകിയ മുന്നറിയിപ്പ് അവഗണിക്കരുതെന്ന് ചിന്തിക്കുന്നവർ നമുക്കിടയിലുണ്ട്. ജാതിയും മതവും മുതൽ അസത്യ പ്രചാരണങ്ങളും ദുരാരോപണങ്ങളും വിദ്വേഷ പരാമർശങ്ങളും വരെ പലതരത്തിലുള്ള ധ്രുവീകരണങ്ങൾക്കും മറയില്ലാതെ ശ്രമങ്ങളുണ്ടായ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. പ്രധാനമന്ത്രി വരെ വർഗീയ ഭിന്നതകൾ വളർത്താൻ ഗോപ്യമല്ലാതെ തുനിഞ്ഞിറങ്ങിയെന്നത് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ്. നേരത്തെ നൽകിയ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ മിക്കതും പാലിക്കാതെ കിടക്കുമ്പോഴാണ് BJP പുതിയ കപട വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്. 2022 കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ഭരണത്തിൽ കാർഷിക പ്രതിസന്ധിയും വിലത്തകർച്ചയും കർഷകരുടെ നടുവൊടിച്ചു. അങ്ങനെ പലതും, അതൊരു ഉദാഹരണം മാത്രമാണ്, അങ്ങനെ പലതും. ഏതായാലും നമുക്ക് 3 ദിവസം കൂടി കാത്തിരിക്കാം ആ അത്ഭുതം കാണാൻ.